ഒരു സ്കിൻ കെയറോട് കൂടിയിട്ടുള്ള നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ നോക്കാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഹൈഫിൻ്റെ ഈ ഒരു സെറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സെറാണ്. പിന്നെ ഇതാ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. ഭയങ്കര ചൂടാണ്, ഞാൻ വിയർത്ത് ഇങ്ങനെ ഒലിക്കുകയാണ് കേട്ടോ. ഞാൻ മുടിയൊക്കെ ഉണക്കിയിട്ടും ഭയങ്കരമായിട്ട് ഞാൻ വിയർക്കുകയാണ്. അപ്പം ഞാൻ കഴുത്തിൽ മുടി മുട്ടാതിരിക്കുക ഇങ്ങനെ ഒന്ന് ചുറ്റി കെട്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ ടിൻറ്റഡ് സൺസ്ക്രീനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണിത് ഇത്രയും കാലം ഞാൻ ഈ സാധനം മേടിക്കാണ്ടിരുന്നതെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കണത്. ഇതിട്ട് കഴിയുമ്പോഴത്തേക്കണ്ട് അങ്ങനെ ഭയങ്കര ഒരു ഗ്ലൂസി ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. പക്ഷേ എൻ്റെ ഓൾറെഡി ഓയിലി സ്കിൻ ആയതുകൊണ്ടും ഞാൻ ഭയങ്കരമായിട്ട് വിയർത്തൊലിക്കുന്നത് കൊണ്ടും ഞാൻ പൗഡർ വെച്ച് സെറ്റ് ചെയ്യും കേട്ടോ. എപ്പോഴും ഞാൻ എന്താണ് ഇങ്ങനെ എപ്പോഴും തിരിഞ്ഞു നോക്കി മേക്കപ്പ് ചെയ്യണേ എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ. ഈ ഒരു പുള്ളിക്കാരൻ നിലത്തൊന്നും നടക്കാൻ സ്ഥലമില്ലാണ്ട് അത് കട്ടിലിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഈ നടന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങാനും താഴെ പോകുമെന്നാണ് കേട്ടോ ഞാൻ എപ്പോഴും തിരിഞ്ഞു നോക്കണത്. അങ്ങനെ മുഖത്തെ എല്ലാ പരിപാടികളൊക്കെ നമ്മുടെ കഴിഞ്ഞു. നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്തു, മസ്കാര ഇട്ടു, ഐലൈനർ എഴുതി, കുറച്ച് ഐഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലിപ്പൊന്ന് നന്നായിട്ട് ലൈൻ ചെയ്യാൻ മാത്രമല്ല ഞാൻ കുറച്ച് ലിപ്സിലും കൂടി അപ്ലൈ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുക. കാരണം അങ്ങനെ ലൈനർ അപ്ലൈ ചെയ്ത് ഇടുമ്പോൾ എനിക്ക് ലിപ്സ്റ്റിക്ക് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്.